ഇറാനുള്ളിൽ കലാപം സൃഷ്ടിച്ച് ഭരണ അട്ടിമറി നടത്താൻ ശ്രമിച്ച ട്രംപും നെതന്യാഹുവും ഇപ്പോൾ വിതച്ചത് കൊയ്തുകൊണ്ടിരിക്കുകയാണ്. ഇസ്രയേലിന്റെ ഭരണകൂടങ്ങളെ സ്തംഭിപ്പിക്കുന്ന രീതിയിൽ ഇപ്പോൾ കലാപങ്ങൾ ഉയർന്നു വരുന്നു എന്ന വാർത്ത വരുന്നു. ഇത് ഇസ്രയേലിൽ തന്നെയുള്ള ജൂതന്മാരായ ആളുകളുടെ അക്കൗണ്ടിലൂടെയാണ് ഇപ്പോൾ ഇത് പ്രചരിക്കുന്നത്. മാത്രമല്ല, റോഡുകളിൽ പ്രതിഷേധക്കാർ തീയിടുന്നു, ഭരണകൂട കേന്ദ്രങ്ങളിലേക്ക് ഇരച്ചു കയറാൻ ശ്രമിക്കുന്നു. വലിയ രൂപത്തിൽ വ്യാപകമായി ഇസ്രയേലിൽ ഉടനീളം വലിയ രൂപത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയരുന്നു എന്നതാണ് ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട റിപ്പോർട്ട്. അതിന് കാരണമായിരിക്കുന്നത് ഇസ്രയേലിലെ ജനങ്ങളുടെ എല്ലാവിധ സുരക്ഷിതത്വവും നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. അവർ പറയുന്നത്, ഞങ്ങൾ ബഹുമാനിച്ചിരിക്കുന്ന ഈ രാഷ്ട്രം, ഞങ്ങളുടെ വാഗ്ദത്ത ഭൂമി, ഈ രാഷ്ട്രത്തിന്റെ ഹൃദയഭാഗങ്ങളിലാണ് ഇപ്പോൾ ഇറാന്റെ മിസൈലുകളുടെ മുനകൾ ഓരോന്നോരോന്നായി പതിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെയുള്ള സുരക്ഷിതത്വം പൂർണ്ണമായി ഇല്ലാതാക്കിയ നെതന്യാഹുവിനെതിരെയും ആ ഭരണകൂടത്തിനെതിരെയും ജനങ്ങൾ ഇപ്പോൾ അതിശക്തമായി രംഗത്തിറങ്ങി എന്ന വാർത്തയാണ് വരുന്നത്. നോക്കൂ നിങ്ങൾ, ഇത് യാക്കോബ് ഡാനിയൽ എന്നറിയപ്പെടുന്ന ഇസ്രയേലിൽ താമസിക്കുന്ന അറബ് വംശജനാണ്. അദ്ദേഹം എഴുതിയിരിക്കുന്നത്, അതിശക്തമായ പ്രതിഷേധം ടെൽ അവീവിലും അതുപോലെ ഇസ്രയേലിലും വ്യാപകമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഈ ചിത്രങ്ങൾ കാണുന്നത് ഭീകരമാണ്. ഇപ്പോൾ പ്രതിഷേധക്കാർ റോഡുകളിലെല്ലാം തീയിട്ടുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല, സർക്കാർ കേന്ദ്രങ്ങളിലേക്ക് അവർ ഇരച്ചു കയറാൻ ശ്രമിക്കുന്നു. ഇസ്രയേൽ കത്തുന്നു എന്നാണ് ഇപ്പോൾ എഴുതിയിരിക്കുന്നത്. ഇവിടെ ഇംഗ്ലീഷിലും ഈ വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് ഇതേ കാര്യം കുറിച്ചത് കാണാൻ സാധിക്കും. ഇസാഖ് അമൂമി എന്നറിയപ്പെടുന്ന മറ്റൊരു ഇസ്രയേൽ പൗരനാണ്. ഇദ്ദേഹം ഇസ്രയേൽ പൗരൻ എന്ന് മാത്രമല്ല, ജൂതനാണ്. ഇദ്ദേഹത്തിന്റെ പ്രൊഫൈൽ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും, ഇദ്ദേഹം ഒരു ജൂതനാണ്. ഇത് ഹിബ്രു ഭാഷയിൽ, തോറയുടെ ഭാഷയിലാണ് ഇദ്ദേഹത്തിന്റെ എക്സ് പ്രൊഫൈലിൽ അദ്ദേഹത്തെ കുറിച്ച് കുറിച്ചിട്ടുള്ളത്. ഇദ്ദേഹം പറയുന്നത്, അറബ് വംശജനായ ജൂതൻ, ഇസ്രായേൽ സൈന്യത്തിലെ മുൻ സൈനികനായിരുന്ന ഞാൻ സൈന്യം വിട്ട് ഇപ്പോൾ ലോകത്തെ നിരീക്ഷിക്കുന്നതിനും ഏത് മതങ്ങളാണ് ഏറ്റുമുട്ടുന്നത് എന്നതിനെ കുറിച്ചുള്ള സത്യം അന്വേഷിക്കുന്നതിനും എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്നാണ് ഈ ജൂത വംശജനായ ഇദ്ദേഹം പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അതിശക്തമായ രൂപത്തിലുള്ള പ്രതിഷേധമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സൈനികരും അതുപോലെ അവിടെയുള്ള ഇസ്രയേലിൽ ടെൽ അവീവിലുള്ള ജനങ്ങളും തമ്മിൽ അതിശക്തമായ ഏറ്റുമുട്ടലിലേക്ക് പോകുന്നതാണ് ഈ വീഡിയോയിലൂടെ കാണാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും അതിഗൗരവമായ രൂപത്തിലാണ് കാര്യങ്ങൾ ഇപ്പോൾ ഇസ്രയേലിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇറാനിലേക്ക് മൊസാദ് ഏജന്റുമാരെ കടത്തിവിട്ട് അവിടെ പ്രതിഷേധങ്ങൾ ഉണ്ടാക്കുന്നു, കലാപങ്ങൾ ഉണ്ടാക്കുന്നു. യഥാർത്ഥ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആളുകൾ ഇപ്പോൾ യാചിക്കുകയാണ് ഇറാനിൽ നിന്ന് വരുത്തി തീർക്കുകയും മൊസാദിന്റെ എല്ലാ തന്ത്രങ്ങളെയും അവരുടെ എല്ലാ നെറ്റ്വർക്കുകളെയും ഇറാൻ തൂത്തെറിഞ്ഞതോടുകൂടെ ഇപ്പോൾ അവിടെ പ്രതിഷേധക്കാർ ഇല്ലാതായിരിക്കുകയാണ്. ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും യുദ്ധത്തിനെതിരെ ഇറാനിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി പ്രതിഷേധിക്കുന്ന കാര്യമാണ് നമ്മൾ കാണുന്നത്. അതേസമയത്ത് ഇപ്പോൾ ഇസ്രയേലിലാണ് ആളുകൾ ഭരണകൂടത്തിനെതിരെ ആയുധമെടുക്കുന്നത്, ഭരണകൂടത്തിനെതിരെ പ്രതിഷേധമുയർത്തുന്നത്. ഇറാനിൽ നിന്ന് ഇപ്പോൾ പ്രതിഷേധങ്ങൾ കാണാനില്ല. ഇറാനിലുള്ള അവിടെയുള്ള ഭരണകൂട നേതൃത്വം ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് പ്രതിഷേധിക്കുന്നതിന്റെ ചിത്രങ്ങളാണ് ഇറാനിൽ നിന്ന് വരുന്നത്. യഥാർത്ഥത്തിൽ നെതന്യാഹുവിനെ ഇപ്പോൾ കാണാൻ തന്നെ ഇല്ല. അദ്ദേഹത്തെ കുറിച്ചുള്ള വിവരങ്ങൾ ഇസ്രയേൽ ഇപ്പോൾ ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടുണ്ട്. ആ കാര്യങ്ങൾ ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയുന്നുണ്ട്. ഇസ്രയേലിൽ നിന്ന് തന്നെയുള്ള വ്യാപകമായ വാർത്ത നെതന്യാഹുവിനെ കുറിച്ച് ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. എന്തായാലും ഇവിടെ ഓർക്കുന്നത്, ഹമാസിന്റെ സ്ഥാപകനായിരുന്ന അഹമ്മദ് യാസീൻ അദ്ദേഹം പറഞ്ഞ ഒരു വാക്കാണ്. അദ്ദേഹം പറഞ്ഞത് 2027 ഇസ്രയേലിന്റെ പതനം സംഭവിക്കുമെന്നാണ്. യഥാർത്ഥത്തിൽ ഇസ്രയേലിന്റെ പതനം എന്ന് പറയുമ്പോൾ ഇപ്പോഴുള്ള ഭരണ സംവിധാനങ്ങളെല്ലാം തകർന്നടിയും എന്നിടത്തേക്ക് തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. ഇറാൻ ദിവസങ്ങൾ കൂടെ ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോയാൽ തന്നെ ഇസ്രയേൽ തകരുമെന്നിടത്തേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഇത് ഞാൻ പറയുകയല്ല, ഇസ്രയേലിൽ തന്നെയുള്ള ആളുകളുടെ വ്യാപകമായ അവരുടെ എക്സ് പോസ്റ്റുകളാണ് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാനിരിക്കുന്നത്.